വീട്ടുമുറ്റം നിറയെ കടലാസ് പൂക്കൾ, അതും 135-ലധികം വൈവിധ്യമാർന്നവ. തൃശൂർ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വലിയകത്ത് സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണ വസന്തം വിതറി ബോഗൻവില്ലകൾ പൂത്തുനിൽക്കുന്നത്. വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുൻപാണ് ബൊഗൻവില്ല കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ. ആദ്യം ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിംഗും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5-ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. വേനൽക്കാലത്ത് ഇതിന് മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. വെയിൽ വേണം, പിന്നെ നല്ലോണം വളവും ചെയ്യണം. മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട്. മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്തു വെക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മഴക്കാലമാകുമ്പോൾ മഴവെള്ളം കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല കൊഴിയും, പിന്നെ ചീഞ്ഞു പോകും. ഒരുപാട് പേര് വരാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ചിലർ ID പറഞ്ഞിട്ട് ചോദിക്കും, പിന്നെ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നവർ ഒരുപാടുണ്ട്. ഓരോ പ്ലാന്റിൻ്റെ ലീഫ്, ഫ്ലവർ, കളറ് അതിനെല്ലാത്തിനും വേറെ വേറെ പ്രത്യേകതകളുണ്ട്. ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റിന, ബ്ലാക്ക് മരിയ, അപൂർവ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടിലുണ്ട്. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബൊഗൻവില്ല കൃഷിയെക്കുറിച്ചറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്കെത്തുന്നത്. നേരത്തെ 65-ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95-ലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35ഓളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്കൊപ്പമുണ്ട്. വീട്ടിൽ ഇത്രയേറെ കടലാസ് പൂക്കൾ ഉണ്ടായിട്ടും ഇനിയും വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.